നമസ്കാരം. നിഗൂഢതകളുടെ 20-ാം മണിക്കൂറാണ്. കൊച്ചിയിൽ ഒരു ലൈംഗിക തൊഴിലാളിയ സ്ത്രീയുടെ അർദ്ധനഗ്ന ശരീരം ചാക്കിൽ കെട്ടിയ നിലയിൽ രാവിലെ കാണപ്പെട്ടു. ആ കൊലയാളി തൊട്ടരികിലിരുന്ന് കയ്യിൽ തലയിൽ വെച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു SIയുടെ കഥയുണ്ട്. അയാൾ 4 ലക്ഷം രൂപ തട്ടിയെടുത്തു. ഇടനിലക്കാരനായി നിന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത്. ആരിൽ നിന്ന്? സഹപ്രവർത്തകനായിട്ടുള്ള CPOയിൽ നിന്ന്. കാസർഗോട്ടുകാർക്കും മംഗലാപുരത്തുകാർക്കും പേടിപ്പിക്കുന്ന ഒരു പേരുണ്ട്, തുക്കാനോഫൽ. ഉണ്ട് എന്നല്ല, ഉണ്ടായിരുന്നു. അയാൾ കൊല്ലപ്പെട്ടു. ട്രെയിൻ തട്ടി മരിച്ചു എന്നാണ് നിഗമനം. പക്ഷേ അയാൾക്ക് ശരിക്കും സംഭവിച്ചത് എന്താണ്? അതൊരു കൊലപാതകമാണോ? കുടുംബം സംശയം ഉന്നയിക്കുന്നു. നിഗൂഢതകൾ ഈ വാർത്തകളിലേക്ക്, ഈ സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് 28th അവർ. സ്വാഗതം. ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് കൊച്ചി ഇന്ന് ഉണർന്നത്. മറ്റൊന്നുമല്ല, ഒരു ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ ഒരു ചാക്കിൽ അർദ്ധനഗ്നയായി മരിച്ചു കിടക്കുന്നു. ഒരു വീട്ടിലേക്കുള്ള ഇടവഴിയാണ്. ആ ഇടവഴിയിലെ മതിലിൽ ചാരി തലയിൽ കൈവച്ച് സുഖമായി ഉറങ്ങുകയാണ് ആ കൊലയാളി. കൊച്ചിയിലെ കോന്തുരുത്തിയിൽ നിന്നുള്ള വാർത്തയിലേക്ക്. കൊച്ചി കോന്തുരുത്തി ഞാൻ സൂചിപ്പിച്ചു. വളരെ ഞെട്ടലോടുകൂടി ഇന്ന് ആ കോന്തുരുത്തിക്കാർ കേട്ടും കണ്ടും നിന്നുപോയി, സ്തബ്ധിച്ചു നിന്നു അവർ. കാരണം അവർക്ക് അതുവരെ പരിചിതനായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ജോർജ്. ഹോം നേഴ്സാണ്. പ്രായമായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കുന്ന പണി നോക്കുന്നയാൾ. അയാൾക്ക് ഒരു മകളും ഒരു മകനുമുണ്ട്. മകൾ പാല പൊൻകുന്നത്താണ്, മകൻ UK-യിലും. മകളുടെ വീട്ടിലെ ഒരു ജന്മദിനാഘോഷത്തിന് ശേഷം ഭാര്യയെ അവിടെ തന്നെ നിർത്തിയാണ് കഴിഞ്ഞ ദിവസം ഈ ജോർജ് കൊച്ചിയിലേക്ക് മടങ്ങിയെത്തുന്നത്. അയാൾ ഒരു പദ്ധതി ഇടുകയാണ് കഴിഞ്ഞ ദിവസം. ഭാര്യ വീട്ടിലില്ല. ഇയാൾ എറണാകുളം സൗത്തിൽ പോയി ഒരു ലൈംഗിക തൊഴിലാളിയെ കണ്ടുമുട്ടി. അവർക്ക് ഭക്ഷണം വാങ്ങി നൽകി, മദ്യം നൽകി. എന്നിട്ട് ഓട്ടോറിക്ഷയിൽ കോന്തുരുത്തിയിലെ ആ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഏകദേശം രാത്രി 10 മണിയോടുകൂടി. വീട്ടിലെത്തിയ ശേഷം അവർ പിന്നെയും മദ്യപിച്ച ശേഷം അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. അതിനുശേഷമായിരുന്നു നിർണായകമായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ. പേയ്മെന്റിനെ ചൊല്ലിയുള്ള തർക്കം രൂപപ്പെടുകയാണ് ഈ സ്ത്രീയും ഈ ജോർജും തമ്മിൽ. അടിച്ച് ഫിറ്റായിരുന്നു ജോർജ്. സാമാന്യ ബോധം പോലും നഷ്ടപ്പെട്ട രീതിയിൽ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിൽ. ആ സാഹചര്യത്തിൽ ആ തർക്കം അത് കൊടിയ തർക്കമായി മാറി. ഇയാൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു കമ്പിപ്പാരയെടുത്ത് ഈ സ്ത്രീയുടെ തലക്കടിച്ചു. ഏതാണ്ട് 10 മണി സമയത്തായിരുന്നു ഈ സംഭവങ്ങളെല്ലാം. അങ്ങനെ പേയ്മെന്റിനെ ചൊല്ലിയുള്ളൊരു തർക്കം ഒരു ലൈംഗിക തൊഴിലാളിയുടെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിന് കാരണമായി. കമ്പിപ്പാര കൊണ്ടുള്ള ആ അടിയിലാണ് മരണം സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നു. വൈകുന്നേരം 10 മണിയോടെ അനുബന്ധിച്ച് ജോർജ് സൗത്ത് ഗേൾസ് ഹൈസ്കൂളിന്റെ അടുത്തുനിന്ന് ഒരു സ്ത്രീയെ കാണപ്പെടുകയും ജോർജ് മദ്യപിച്ചതിന് ശേഷം സ്ത്രീയുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം മേടിച്ചതിന് ശേഷം സ്ത്രീയെ ജോർജിന് വീട്ടിലാരുമില്ലാത്തതുകൊണ്ട് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെ വീട്ടിൽ വെച്ച് അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അതിനുശേഷം അവർ തമ്മിൽ സാമ്പത്തികമായിട്ട് കുറച്ച് തർക്കമുണ്ടായി. ജോർജ് ഈ സ്ത്രീയെ കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ അവിടെ ഉണ്ടായിരുന്ന കരുതി വെച്ചിരുന്ന ഒരു കമ്പിപ്പാരി എടുത്ത് തലക്കിട്ടടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. കൊലപാതക ശേഷം ഇയാൾ എന്തു ചെയ്തു? ഈ സ്ത്രീയുടെ, ഈ ലൈംഗിക തൊഴിലാളിയുടെ കഴുത്തിൽ ഒരു കയറിട്ട് കുരുക്കി. എന്നിട്ട് ആ മൃതശരീരം ചാക്കിനുള്ളിൽ കെട്ടി വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് റോഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ലക്ഷ്യം മറ്റൊന്നുമല്ല, ഡ്രെയിനേജിൽ കൊണ്ടുപോയി ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ മൃതദേഹം തള്ളുക എന്നുള്ളതായിരുന്നു. പക്ഷേ മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു ജോർജ് പാതി വഴി എത്തിയപ്പോഴേക്കും ജോർജ് കുഴഞ്ഞു. ജോർജ് അവശനായി. ആ മൃതദേഹം ആ വഴിയിൽ തന്നെ, വഴി എന്ന് പറഞ്ഞാൽ കാർ കയറി ചെല്ലാൻ വീതിയില്ലാത്ത റോട്ടിൽ നിന്നുള്ള ഒരു ബ്രിക്സ് പാകിയ വഴിയാണ്. ആ വഴിയിലെ മതിലിൽ മൃതദേഹം
കിടത്തിയ ശേഷം ആ മതിലിൽ ചാരിയിരുന്ന ജോർജ് അല്പനേരം ഇരുന്നു. ഉറങ്ങിപ്പോകുമെന്ന് കരുതി കാണില്ല, പക്ഷേ അയാൾ ഉറങ്ങി വീണു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ജോർജ് ചില കഥകൾ മെനയാൻ തുടങ്ങി. ജോർജ് പറഞ്ഞത് ആരോ തന്നെ ആക്രമിച്ചു, ആ ആക്രമണത്തിനിടയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് തനിക്കറിയില്ല, തനിക്കും ഉപദ്രവം നേരിട്ടു എന്നുള്ളതൊക്കെയാണ്. ഈ മൃതദേഹം കണ്ട് ഞാൻ ഞെട്ടി, ഈ മൃതദേഹം എവിടെ നിന്ന് വന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല, ആ ഭയം കണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഇരുന്നു പോയത് എന്നൊക്കെയായിരുന്നു ജോർജിന്റെ ആദ്യ മൊഴി. ആരാണ് ഈ സ്ത്രീ എന്നറിയില്ലെന്നും ജോർജ് പറയുന്നു. പക്ഷേ ലഭിച്ച സാഹചര്യ തെളിവുകൾ അത് പോലീസ് ചോദ്യങ്ങളായി എറിഞ്ഞു ജോർജിന് നേരെ. ആ ചോദ്യങ്ങൾക്കൊടുവിൽ ജോർജിന് ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. ഒടുവിൽ ജോർജിന്റെ കുറ്റസമ്മതം, ആ കൊലപാതകം ചെയ്തത് താനാണെന്ന് പോലീസ് സംഘത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ ജോർജ് ഏറ്റുപറഞ്ഞു. ആ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞു. മൃതദേഹം മറവ് ചെയ്യാനായിട്ട് ജോർജ് ഒരു കഴുത്തിൽ കയറ് കെട്ടി വലിച്ചുകൊണ്ട് പുറത്ത് ഡ്രെയിനേജിൽ കൊണ്ട് കളയാൻ വേണ്ടി കൊണ്ടുവരുന്ന പാർട്ടായിരുന്നു. അപ്പോൾ അന്നേരത്തേക്ക് നേരം ഒരു 5 മണി അടുപ്പിച്ച സമയമായിട്ടുണ്ട്. പട്ടിയുടെ ഡെഡ് ബോഡിയാണ്, അന്ന് കളയാൻ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ 1-2 പേരോടൊക്കെ സഹായം ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് മദ്യപിച്ചിട്ട് സഹായിക്കാൻ ബില്ലിങ്ങിനെസ് പറയാതെ സംശയം തോന്നി അവിടുന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ജോർജ് വലിച്ചുകൊണ്ട് പോയി ബോഡി കളയാനായിട്ട് നോക്കിയാലും അവിടെ വെച്ച് ജോർജും ശരീരം കുഴഞ്ഞു. അതുകൊണ്ട് ജോർജ് പ്രത്യേകിച്ചൊരു കഥയുണ്ടാക്കി, ആരോ കൊലപ്പെടുത്തി ജോർജിനെ ശരീരമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആരാണ് മരണപ്പെട്ടത് ആരാണെന്ന് ജോർജിന് അറിയത്തില്ല, അങ്ങനെ കഥയുണ്ടാക്കി. അപ്പൊ പോലീസ് പറയുന്നത് വ്യക്തമാണല്ലോ. പക്ഷേ ഈ കാഴ്ചകളിലേക്ക് വരും മുമ്പ് വേറെ ചില സംഭവങ്ങൾ അവിടെ നടന്നിരുന്നു. ഇപ്പറഞ്ഞതെല്ലാം അങ്ങ് മാറ്റിവെക്കാം. ഇനി അതിരാവിലെയുണ്ടായ കാഴ്ചകളിലേക്ക്. ആ പ്രദേശത്തെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജോർജിന്റെ വീട്ടിലേക്ക് എത്തുന്ന വഴിയാണ് ഈ ഞെട്ടിക്കുന്ന ദൃശ്യം കാണുന്നത്. എന്ത്? ഒരു ചാക്കിൽ അർദ്ധനഗ്നയായിട്ടൊരു സ്ത്രീ, ആ സ്ത്രീക്ക് സമീപം ഇരുന്ന് ഉറങ്ങുന്ന ജോർജ്. ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം കൗൺസിലറെ ഫോൺ വിളിച്ചു. കൗൺസിലർ പോലീസിനെ അറിയിച്ചു. പോലീസ് എത്തി, കൗൺസിലർ എത്തി. അപ്പോഴും ഈ ആളുകൾ കൂട്ടം കൂടിയപ്പോഴും ജോർജ് അതേപോലെ തന്നെ തലയിൽ കൈവച്ചിരുന്ന ഉറങ്ങുകയായിരുന്നു ആ മതിലിനോട് ചേർന്ന്. ഒരു 6:20 ആയപ്പോൾ ഇവിടുത്തെ ഹരിതകർമ്മ സേനാംഗമാണ് എന്നെ വിളിച്ചു പറയുന്നത്. ഒരു വേസ്റ്റ് എടുക്കാൻ വരുമ്പോൾ ഒരു ബോഡി ചാക്കിൽ കെട്ടിയ നിലയിൽ കാണപ്പെടുന്നു എന്ന് എന്നെ വിളിച്ചു പറയുകയുണ്ടായി. ഞാനിവിടെ വരുമ്പോൾ ഗേറ്റ് പാതി തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. അതിന്റെ അടുത്ത് ജോർജ് എന്ന വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് ചാക്ക് വയറിന്റെ ആ ഭാഗം വരെ മൂടിയ അവസ്ഥയിലായിരുന്നു, താഴെ നീക്കടായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് കാണുന്നത്. ഉടനെ തന്നെ നമ്മൾ പോലീസിൽ വിവരം അറിയിക്കുകയാണ് ചെയ്തത്. ബെൻസി ബെന്നി, അവിടുത്തെ കൗൺസിലറാണ് ഇപ്പോൾ ആ കാര്യം പറഞ്ഞത്. ബെൻസി ബെന്നി എത്തിയപ്പോഴും സുബോധത്തിലായിരുന്നില്ല ഈ പറയുന്ന ജോർജ്. ഇനി രാത്രി ആ കൊലപാതകം ഏതാണ്ട് 12 മണിയോട് കൂടിയാണ് എന്നാണ് പോലീസ് പറയുന്നത്. 12 മണിയോട് കൂടി ആ കൊലപാതകം നടക്കുന്നു. അതിനുശേഷം മദ്യലഹരിയിലായിട്ടും ഇയാൾ പുലർച്ചയോളം ചാക്ക് തേടി അലഞ്ഞു. അയലത്തെ വീടുകളിലൊക്കെ പോയി. എന്നിട്ട് പറഞ്ഞു എനിക്കൊരു ചാക്ക് വേണമെന്ന്. ചാക്ക് ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് ആ നാട്ടുകാർ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കുക സ്വാഭാവികമാണല്ലോ. അപ്പോൾ മറുപടി പറഞ്ഞത് വീടിന്റെ പരിസരത്ത് ഒരു പട്ടി ചത്തു കിടക്കുന്നു, ആ നായയെ കൊണ്ട് കളയാൻ വേണ്ടിയാണ് ചാക്ക് എന്നുള്ളതാണ്. പക്ഷെ ഇയാൾ മദ്യലഹരിയിലായതുകൊണ്ട് എല്ലാവരും തന്നെ ഇയാളെ ഒഴിവാക്കി വിട്ടു, പറഞ്ഞു വിട്ടു എന്ന് പറയുകയായിരിക്കും നല്ലത്. അങ്ങനെ മദ്യലഹരിയിലായിരുന്ന ഇയാൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും അല്ലെങ്കിൽ ചാക്ക് ലഭിക്കാതെ വന്നതോടുകൂടി അയാൾ അടുത്ത വഴി തേടി. നാട്ടുകാർ പറയും എന്താണ് അവർ അറിഞ്ഞതാണ്. ഞാൻ വരുമ്പോൾ കാണുന്നത് ജോർജ് ഇങ്ങനെ ഈ സ്ത്രീയുടെ അടുത്തിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവരോട് സംസാരിക്കുന്നില്ല. അപ്പോൾ ജീപ്പിലേക്ക് കയറ്റിയ സമയത്ത് ഞാൻ ജോർജിനോട് ചോദിച്ചു. ജോർജ് പറഞ്ഞത് പിന്നെ ഞാൻ ഇതിങ്ങനെ പുറത്തു പോയി വന്നപ്പോൾ ഇങ്ങനെ ബോഡി കണ്ടിട്ട് പേടിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മളെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിന്ന് ഇയാൾ 4:30 പോയിട്ട് ചാക്ക് ചോദിച്ച് മേടിച്ചിട്ടുണ്ട്. അത് പോലീസിന് കൃത്യമായ ഇത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ചാക്ക് മേടിച്ച് ആ ചാക്കിലാണ് ഈ ബോഡി എടുത്തത്. മൃതദേഹം കണ്ടിട്ട് ഭയന്നിരിക്കുകയാണെന്ന് പറഞ്ഞത് എന്നാണ് അയാൾ പോലീസ് ജീപ്പിൽ ഇരുന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി. അയാൾ ആ മൃതദേഹം കണ്ട് ഭയന്നിരുന്നൊന്നുമല്ല. വീടുകൾ കയറി ചാക്ക് ചോദിച്ചു. ഇത് ഡ്രെയിനേജിൽ കൊണ്ട് തള്ളാൻ വേണ്ടി. ഏറ്റവും ഒടുവിൽ ഒരു ചാക്ക് സംഘടിപ്പിക്കുന്നു. അത് പുലർച്ചെ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു കടയിൽ നിന്നാണ്. ആ കടയിൽ നിന്ന് ചാക്ക് സംഘടിപ്പിച്ച ശേഷമാണ് ഇയാൾ ഈ മൃതദേഹം ചാക്കിൽ കെട്ടി വലിച്ചിഴച്ച് കൊണ്ടുപോയത്. ആ പാതി വഴിയിലായിരുന്നു അയാളുടെ മയക്കം. ഇവിടെ കൂടി നടക്കണ്ടായിരുന്നു.
അതായത് ഒരു ചാക്ക് വേണം, വീട്ടിൽ പട്ടി ചത്തിട്ടുണ്ട്, അതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് ചാക്ക് വേണമെന്ന് അന്വേഷിച്ച് നടക്കണായിരുന്നു. അങ്ങനെ പുള്ളി കുറെ നേരം നടന്ന് അവിടെ ഇവിടെ കടന്ന അവസാനം ഇവിടെ വെളുപ്പിന് അപ്പം വിൽക്കുന്ന ഒരു പുള്ളിയുണ്ട്, പുള്ളിയുടെ കട നേരത്തെ തുറക്കും. അവിടെ ചെന്ന് 2 ചാക്ക് വേണമെന്ന് പറഞ്ഞു. ഇത് തന്നെ ആയിരിക്കും പറഞ്ഞേക്കണത്. കള്ളത്തരം പറഞ്ഞ മറ്റേ പട്ടി ചത്തെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ആ കച്ചവടത്തിന്റെ തിരയിൽ പുള്ളി പരിചയക്കാരനായതുകൊണ്ട് ചാക്ക് എടുത്ത് പുള്ളി കൊടുത്ത്, പുള്ളിയായിട്ട് ഈ സംഭവം അറിഞ്ഞ് പുള്ളി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടെ വന്നു പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്റെ കട ചാക്ക് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ പാലക്കാട്ടുകാരിയാണെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ലൈംഗിക തൊഴിലാളിയായിട്ടുള്ള ഈ സ്ത്രീയുടെ ബന്ധുക്കളെ പോലീസ് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ സ്ത്രീയുടെ ഫോൺ ജോർജിന്റെ വീടിനുള്ളിൽ മുറിയിൽ നിന്ന് ലഭിച്ചു. ആ ഫോണിലെ ഡയൽഡ് കോളുകളിൽ നിന്നാണ് ഇവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ പോലീസിന് സാധിച്ചത്. മാത്രമല്ല ബാഗ്, പേഴ്സ് ഇവയൊക്കെ ഉണ്ടായിരുന്നു ജോർജിന്റെ അതേ മുറിയിൽ. ഒരു തരത്തിലും ജോർജിന് രക്ഷപ്പെടാൻ കഴിയില്ല, അത്രമാത്രം തെളിവുകൾ ലഭ്യമാണ്. പക്ഷേ നാട്ടുകാർ പറയുന്നതാണ് കൗതുകകരം. ഇയാൾ മദ്യപിക്കുമായിരുന്നു, മദ്യപിക്കുന്ന ശീലമുള്ള ആളാണെന്നറിയാം, പക്ഷേ ഇതുവരെ ഒരു തരത്തിലും ശല്യം ചെയ്തിട്ടുള്ള ആളല്ല എന്ന്. ഇനി നമ്മൾ പോകുന്നത് അങ്ങ് കേരളത്തിന്റെ അതിർത്തിയായിട്ടുള്ള ചോര ഉണ്ടായിരുന്നില്ല ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപത്ത്. ശരിക്കും എന്താണ് തുക്കാനൗഫലിന് സംഭവിച്ചത്? ആത്മഹത്യ എന്ന് പോലീസ് പറയുന്നു, പക്ഷേ കുടുംബം പറയുന്നത്, തുക്കാനൗഫലിന്റെ ഭാര്യ സഹോദരനായിട്ടുള്ള അൻസാർ പറയുന്നത്, ആരോപിക്കുന്നത് മറ്റൊന്നാണ്. 55 സമയത്ത് ഞങ്ങൾക്ക് അവൻ ട്രെയിനിൻ്റെ ഇടയിൽ വീണിട്ട് കുറച്ച് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആരോ അവനെ ഇതാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കിട്ടിയില്ല. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നോക്കുമ്പോൾ അവന് ഒന്നും സ്ഥിതിയില്ല. റെയിൽവേ ട്രാക്കിനിടെ പോയിട്ട് നോക്കുന്ന സമയത്ത് ഒരു കോഴി അർത്ഥങ്ങളിൽ വെളുത്ത ചോര കിട്ടും. അന്നെങ്കിൽ അവൻ്റെ കൗത്താണ് അർത്ഥത്തിലുള്ളത്. അപ്പോൾ കൗത്തർത്ഥത്തിലുള്ള സമയത്തും അവൻ്റെ ചോരയുടെ കാണുന്നില്ല. അപ്പോൾ ചോര കാണുന്ന സമയത്ത് ട്രെയിൻ എങ്ങനെ അടിച്ച് കേരളത്തിൽ പോലീസുകാർ പറയുന്നുണ്ട് അവന് ആത്മഹത്യയ്ക്ക് സൂസൈഡ് ആക്കിയത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ശരിയല്ല, അവനെ കൊന്നതാണ്. അപ്പോൾ ഞാൻ വേറെ DSP അവരുടെ സംസാരിച്ച് നമുക്ക് അവരിന് കൊന്നു തന്നെ സാർ പറഞ്ഞിരുന്നു. ഈ അൻസാർ പറയുന്നത് പോലെ തുക്കാനൗഫൽ അത് അത്ര ഡീസന്റ് വ്യക്തിയോ ക്ലീൻ ആയിട്ടുള്ള മനുഷ്യനൊന്നും അല്ല എന്ന് കാസർഗോഡുകാർക്കും ഒപ്പം മംഗലാപുരത്തുകാർക്കും ഒരേപോലെ അറിയാം. പക്ഷേ മയക്കുമരുന്ന് സേവിച്ചിരുന്ന, മയക്കുമരുന്നിന് സ്ഥിരം അടിമയാണെന്ന് കുടുംബം പോലും സമ്മതിക്കുന്നുണ്ട് ഇയാളുടെ കാര്യത്തിൽ. എന്നാലും നാട്ടിൽ അയാൾ നല്ലവനായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ഭാഷ്യം. അതെന്തുമാവട്ടെ, അതല്ല ചോദ്യം. അൻസാറൊക്കെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, തന്റെ അളിയൻ അത് മോശക്കാരനായിരിക്കാം. ആ കുടുംബം, ആ മാതാപിതാക്കൾ ഉന്നയിച്ചതുപോലെ ന്യായം എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത വരണ്ടേ? എന്താണ് സംഭവിച്ചതെന്ന് പോലീസ് കണ്ടുപിടിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അവന് ഡ്രഗ്സ് മാഫിയ എന്തോ അല്ല, അവന് ഡ്രഗ്സ് സേവനിക്കും, അത് വേറെ കിട്ടും. പിന്നെ ആര് നിരപരാധിനെ, ആര് അപരാധി അല്ലാത്തവനെന്തും കൊന്ന ചരിത്രവനില്ല, ആര് കടിച്ച ചരിത്രമില്ല. ഈ നാട്ടിലവൻ റോഡിസമാക്കിയ ചരിത്രമില്ല. അവൻ എന്തുണ്ടെങ്കിലും പുറത്ത് പോയിട്ടാണ്. അവന് വിരോധാത്മാർ കുറേ ഉണ്ട്. അപ്പോൾ ആ വിരോധാത്മാർ ഇവന് ചെയ്തിരിക്കുന്നു ഞങ്ങൾക്കിതുള്ളത്. അവന് കൊല തന്നെയാണ്, ഒന്നിൽ തന്നെ എറിഞ്ഞതാണ്. അപ്പോൾ ആയത്ര പെട്ടെന്ന് നമ്മൾ കാസർഗോഡ് പോലീസ്, കേരള പോലീസ് എന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര സ്ട്രോങ് പോലീസാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ആ സ്ട്രോങ് പോലീസ് എന്ന് പറയുമ്പോൾ ആ സ്ട്രോങ് പോലീസുകാർ ഒന്നും കൂടി അവനെ കറക്റ്റായിട്ട് ഈ കൊന്നവരെ പിടിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര അഭ്യർത്ഥിക്കുന്നു. കേരള പോലീസിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ആ കുടുംബം. അതൊരു ഗുണ്ടയുടെ, ഒരു കൊടും ക്രിമിനലിന്റെ മരണമായിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷേ അവിടെ കേരള പോലീസ് അതിലൊരു കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി ആ വിവരങ്ങൾ പുറത്തേക്ക്, വെളിച്ചത്തേക്ക് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അൻസാർ പറയുന്നത് പോലെ ഈ തുക്കാനൗഫലിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അയാൾ സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മയക്കുമരുന്ന് മാഫിയുമായി ഒന്നും ബന്ധമില്ല എന്നാണ് കുടുംബത്തിന്റെ അവകാശവാദം. അതെന്തായാലും അത് പോലീസ് കണ്ടെത്തട്ടെ. അതിനുമപ്പുറത്തേക്ക് ഒരുപാട് ശത്രുക്കളുടെ എണ്ണം നൗഫലിനുണ്ടായിരുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കളും പറയുന്നത്. ഇത്തരത്തിലുള്ള ശത്രുക്കൾ നൗഫലിനെ വകവരുത്തിയതാണ് എന്നാണ് ജുനൈദ്, മറ്റൊരു സുഹൃത്താണ് നൗഫലിന്റെ, അദ്ദേഹവും വിശ്വസിക്കുന്നത്. കൊന്ന പാളത്തിന് സമീപം ഇട്ടതാണ് എന്നാണ് അയാൾ പറയുന്നത്. മഞ്ചേശ്വരം പോലീസിന് ഈ ശത്രുക്കളെന്ന് കണക്കാക്കുന്ന ആളുകളുടെ ഒരു നീണ്ട പട്ടിക തന്നെ കൈമാറിയിട്ടുണ്ട്. പിന്നെ ആ ട്രാക്ക് കണ്ട രീതി അത് വണ്ടി അടിച്ച രീതിയിലല്ല, ഒരു കൊലപാതകം ചെയ്ത രീതിയാണ്. എന്ന് പറഞ്ഞാൽ ട്രെയിൻ അടിച്ചാൽ ബോഡി ഒരു ദൂരം തെറിക്കേണ്ടതാണ്. പക്ഷേ ഈ നൗഫലിന്റെ ബോഡി ഉണ്ടായത്
ട്രാക്കിൻ്റെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് അവിടുത്തെ ആൾക്കാരും ആ റെയിൽവേ ട്രാക്കിലെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ട്രെയിൻ അടിച്ചാൽ ഒരിക്കലും ബോഡി ഇത്ര അടുത്തുണ്ടാവില്ല, എവിടെയെങ്കിലും തീർച്ചിട്ടോ പീസ് ആയിട്ടുണ്ടാവും. റൈറ്റ്. ജുനൈദ്, മറ്റൊരു സംശയം കൂടി പറയുന്നത് ഈ കേരള പോലീസിൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്ക ആ കുടുംബത്തിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും തെളിയുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. ശത്രുക്കൾ അത് തന്നെയാണ് അവർ നോട്ടമിടുന്നതും ചൂണ്ടുപലകയിട്ട് കാണിച്ചു തരുന്നതും. തുക്കാൻ ഔഫലിനെ കൊന്നതെന്ന് ആവർത്തിക്കുന്നു അവർ. കേരള പോലീസ് ഒരു സംശയമുള്ളത് ട്രെയിൻ അടിച്ച രീതിയിലാണ്. പക്ഷേ എല്ലാവർക്കും, നാട്ടുകാർക്കും നമ്മൾക്കും ഒരു സംശയമുള്ളത് അതൊരു കൊലപാതകമാണ്. പക്ഷേങ്കിൽ കേരള പോലീസുകാർ എത്രയും പെട്ടെന്ന് നൗഫലിന് ഒരുപാട് ശത്രുക്കൾ ഇല്ലതാണ്, കേരളത്തിലായിട്ടും അതേമാതിരി മംഗലാപുരത്തായിട്ടും. എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് പ്രതികൾ പിടിക്കണം. കഴുത്തിൽ കണ്ട ആ ആഴത്തിലുള്ള മുറിവ്, അവിടെ എത്തിയ പോലീസ് സർജന്റെ നിഗമനത്തിൽ അത് തൊട്ടടുത്തുള്ള ഒരു തൂടൽ തട്ടി തുളഞ്ഞു കയറിയതാണ് എന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം. ഇനി എങ്ങനെയാണ് ഈ തുക്കാൻ ഔഫൽ എന്ന മംഗലാപുരംകാരൻ അന്ന് ഉപ്പളയിലെത്തിയത്? അവിടെ ഒരു വിവാഹ ചടങ്ങുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് കർണാടക രജിസ്ട്രേഷനുള്ള സ്കൂട്ടറിൽ ഇയാൾ ഉപ്പളയിലെത്തുന്നത്. വിവാഹത്തിൽ പങ്കെടുത്തു. അതിനുശേഷം രാത്രി 12 മണിയോടുകൂടി സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിൽ നിന്ന് ഇയാൾ ഇറങ്ങി. അതിനുശേഷം മഞ്ചേശ്വരത്ത് ബഡാജെ പാലമുണ്ട്. ആ ബഡാജെ പാലത്തിന് സമീപം സ്ഥിരമായി ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംഘങ്ങൾ തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എത്തിയിട്ടുണ്ട് ഈ നൗഫൽ. അവിടെ വെച്ച് മയക്കുമരുന്ന് ശരീരത്തിൽ കുത്തിവെച്ചു എന്നാണ് മനസ്സിലാവുന്നത്. വിരലടയാള വിദഗ്ധർ, പോലീസിന്റെ സംഘമൊക്കെ ആ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആ പാലത്തിന് സമീപം രാത്രി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സംഘം സജീവമാണെന്ന് ആ നാട്ടുകാർ പരാതിപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സംഘത്തിൽ സ്ഥിരമായി നൗഫൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ് അന്നാട്ടുകാരുടെ പ്രതികരണം. എന്താണെങ്കിലും 12 പേരെ മഞ്ചേശ്വരം പോലീസ് ചോദ്യം ചെയ്തു. ഇതിൽ ഒരു കൊലക്കേസ് പ്രതിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കൗതുകകരം. നൗഫലിന്റെ സ്കൂട്ടറിന്റെ മുൻവശത്തെ പെട്ടി തുറന്നപ്പോൾ അതിൽ ഒരു ജോഡി ഷൂ കണ്ടെത്തുകയും ചെയ്തു. സ്കൂട്ടറിന്റെയും ഷൂവിന്റെയും മണം പിടിച്ച് ഈ പോലീസ് നായ കിലോമീറ്ററുകളോളം മുന്നോട്ട് പോയെങ്കിലും ഒടുവിൽ നൗഫൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ ഉപ്പള ഗേറ്റിന്റെ അവിടെ അവസാനിക്കുകയായിരുന്നു അന്വേഷണം. നീതി അത് ഏത് കൊടും ക്രിമിനലാണെങ്കിലും അവകാശപ്പെട്ടതാണ്. അയാൾക്കുമുണ്ട് അവകാശം. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ ആവശ്യം നൗഫലിന്റെ മരണം അത് കൊലപാതകമാണെന്ന് അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തത വരട്ടെ. നൗഫലിൻ്റേത് മരണം അത് കൊലപാതകമാണോ, ട്രെയിൻ തട്ടിയുള്ളതാണോ? കേരള പോലീസ് തന്നെ അതിന് മറുപടി നൽകും. ഇനി കൊച്ചിയിൽ ഒരു പോലീസ് ഏമാൻ സ്വന്തം സഹപ്രവർത്തകർ കൊടുത്ത ഒരു 8ന്റെ പണി അതിലേക്കാണ്. സ്പായിൽ പോയത് വീട്ടിൽ പറയുമെന്ന് ഭീഷണി, തട്ടിയെടുത്തത് 4 ലക്ഷം രൂപ. പോലീസായിട്ട് എന്ത് കാര്യം? ഇത്തരത്തിലുള്ള ഏമാന്മാരാണെങ്കിൽ അത് സഹപ്രവർത്തകർക്കും തലവേദനയാകും. അതിന്റെ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് കൊച്ചിയിൽ സംഭവിച്ചത്. കോസ്റ്റൽ സ്റ്റേഷനിലെ ഒരു CPO ആണ് ഈ ഹതഭാഗ്യൻ. അയാൾ ഒരു സ്പായിൽ പോയി, അത് സത്യമാണ്. ആ സ്പായിൽ പോയി അയാൾ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയായി വലിയ തോതിൽ പണം നഷ്ടമാകുന്ന സാഹചര്യം നേരിട്ടു. സ്പായിലെ മസാജൊക്കെ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഈ CPO. അപ്പോൾ ആ സ്ത്രീ, ആ സ്പായിലെ ആ മസാജിങ് സെന്ററിലെ സ്ത്രീ ഫോൺ ചെയ്യുകയാണ് തൻ്റെ താലിമാല നഷ്ടപ്പെട്ടുവെന്ന്. ആദ്യം കൈമലർത്തി ഈ CPO. ഒരു തരത്തിലും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായില്ല, എന്താണ് നടന്നതെന്ന്. ഈ സ്പായ് ഉള്ളത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. പിന്നാലെയാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള വിളിയെത്തുന്നത്. ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന സ്പായിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്ന് മാല നഷ്ടമായി, അത് മോഷണം പോയതാണ് എന്നുള്ളത്. ആകെ തരിച്ചുപോയി ഈ CPO. അദ്ദേഹം സ്പായിൽ പോയി എന്നുള്ളത് ശരി തന്നെ, പക്ഷേ അവിടെ ആ മാലയെക്കുറിച്ച് ഇയാൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. തക്കം പാർത്തിരുന്ന ഒരു കഴുകനെ പോലെ പറന്നു വന്ന് വീഴുകയായിരുന്നു ആ SI. പേര് KK ബിജു. പാലാരിവട്ടം സ്റ്റേഷനിലെ SI ആണ്. കേസ് സെറ്റിലാക്കാനുള്ള ഇടനിലക്കാരന്റെ റോൾ ഏറ്റെടുക്കുകയായിരുന്നു ബിജു അവിടെ. ബിജു പറഞ്ഞു,
ഇത് വീട്ടിലെറിഞ്ഞാൽ ആകെ കുഴപ്പമാകും. സ്പായിൽ പോയെന്നൊക്കെ അറിഞ്ഞാൽ എന്താണ് വിചാരിക്കുക എന്നറിയാമല്ലോ. പിന്നീട് ഭീഷണിയുടെ സ്വരമായി സ്പായിൽ പോയ കാര്യം ഭാര്യയെ അറിയിക്കുമെന്നായി SI KK ബിജു. പാവം CPO 4 ലക്ഷം രൂപയാണ് SIക്ക് KK ബിജുവിന് ഇയാൾ കൈമാറിയത്. കബളിപ്പിക്കപ്പെട്ടു എന്നൊരു സംശയം തോന്നുകയാണ് ഈ CPOയ്ക്ക്. ഇതോടെ ഈ CPOയിലെ പോലീസുകാരനുണർന്നു. അയാൾ അന്വേഷിച്ചു ഈ SIയെ പറ്റി കൂടുതലായി. അപ്പോഴാണ് വ്യക്തമായത് ഇതിൽ കൂടുതലുള്ള പെർഫോമൻസ് ആയിരുന്നു പലയിടങ്ങളിലും ഈ SI നടത്തിയിട്ടുള്ളത് എന്ന്. ഇത്രയും കിടിലനായിട്ടുള്ള പെർഫോമൻസ് നടത്തുന്ന SI ഒരുപാട് ഇടങ്ങളിൽ ഇത്തരം ഇടനിലക്കാരനെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഈ CPOയ്ക്ക് ബോധ്യമാവുന്നു. അങ്ങനെ CPO പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ തന്നെ പരാതി നൽകി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ പരാതിയുമായി ഒരു CPO എത്തുമ്പോൾ അത് ഗൗരവമായി പരിഗണിക്കുമല്ലോ. അന്വേഷിച്ചു. അപ്പോൾ മനസ്സിലായി ഇതിൽ ചില വസ്തുതകളുണ്ടെന്ന്. അങ്ങനെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആർക്കെതിരെ? അതേ സ്റ്റേഷനിലെ SI ആയിട്ടുള്ള KK ബിജുവിനെതിരെ. KK ബിജു മാത്രമല്ല, ആ സ്പായിലെ യുവതിയടക്കം 3 പേർ പ്രതികളാണ്. വകുപ്പ് തല നടപടി ഉറപ്പായും ഉണ്ടാകും KK ബിജുവിനെതിരെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലേറ്റവും സംശയകരം പാലാരിവട്ടത്തെ ആ സ്പായിലെ ആ സ്ത്രീകളുമായി ചേർന്നുള്ള ഒരു ഹണി ട്രാപ്പാണോ ഈ SI ഈ ഏമാൻ നടത്തിയത് എന്നാണ് സംശയിക്കേണ്ടത്. കൊല്ലം മഞ്ചലിൽ വീട്ടിൽ കയറി മാല പൊട്ടിച്ചു. മാല പൊട്ടിച്ചിറങ്ങി ഓഡിയോനെ കേട്ട് നാട്ടുകാർ പൊട്ടിച്ചു. പുഞ്ചക്കോണം ചരുവിള വീട്ടിൽ സൗദാമിനിയുടെ വീട്ടിലാണ് ഇയാൾ കയറുന്നത്. സൗദാമിനിയുടെ വീട്ടിൽ ഇയാൾ കയറി 3 പവന്റെ സ്വർണ്ണമാല പൊട്ടിച്ച് ഇറങ്ങിയോടി. വീട്ടമ്മയുടെ കഴുത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. അഞ്ചൽ ആലഞ്ചേരി പുഞ്ചക്കോണം സ്വദേശി സന്തോഷ് എന്നാണ് അയാളുടെ പേര്. നിങ്ങൾ വെള്ളം അടിച്ചിട്ടുണ്ടോ രാവിലെ? വെള്ളം അടിക്കത്തില്ല. അപ്പൊ പിന്നെ ഇതിങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തോ? ഇതിങ്ങനെ ചെയ്യാൻ ഇങ്ങനെയുള്ള കാരണം എന്തോ തോന്നിയത്? വെള്ളം അടിച്ചെന്നിറങ്ങുന്ന നമ്മളാരും കണ്ടില്ല. മറുപടി പറയാൻ ഹലോ പേരെന്തോ? ഹലോ പറയാമോ? വെള്ളിയാഴ്ച രാവിലെ 8 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം. വീടിനുള്ളിൽ അടുക്കളയിൽ നിന്ന് അടുക്കള പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു സൗദാമിനി. പെട്ടെന്ന് മുൻവാതിൽ തുറന്ന് ആരോ വരുന്നത് പോലെ സൗദാമിനിക്ക് തോന്നുകയാണ്. അത് നോക്കാൻ വേണ്ടി ചെന്നു സൗദാമിനി. ചെന്നതും ഇയാൾ മാല പൊട്ടിച്ച് ഒറ്റയോട്ടമാണ്. ശബ്ദം കേട്ട് സൗദാമിനിയുടെ ഭർത്താവ് പുറത്ത് ചില ജോലികൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഓടിയെത്തി. നാട്ടുകാർ ഓടിക്കൂടി. പിന്നാലെ ഓടി ഇയാളുടെ, പക്ഷേ കിട്ടിയില്ല. അപ്പോഴാണ് മറ്റൊരു CCTV ദൃശ്യം ഇതിൽ നിർണായകമായത്. ഈ CCTV ദൃശ്യം പരിശോധിച്ചപ്പോൾ ആളെ വ്യക്തമായി. അധികം ദൂരമില്ല ഇയാളുടെ വീട്ടിലേക്ക്. ഇയാളെ കണ്ട് അറിയാവുന്ന ആളുകളാണ് ഒരുപാട് പേർ. അങ്ങനെ സന്തോഷിനെ അതിവേഗത്തിൽ തിരിച്ചറിഞ്ഞു നാട്ടുകാർ. മോഷണത്തിനായി എത്തുന്ന ദൃശ്യങ്ങളാണ് ആ കാണുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെയാണ് സന്തോഷിലേക്ക് വളരെ എളുപ്പത്തിൽ നാട്ടുകാർക്ക് എത്താൻ കഴിഞ്ഞത്. അങ്ങനെ ഈ CCTV ദൃശ്യങ്ങൾ വഴി സന്തോഷിനെ തിരിച്ചറിയുകയാണ് ആ വീട്ടുകാരും നാട്ടുകാരും. അങ്ങനെ സന്തോഷിനെ തേടി അയാളുടെ വീട്ടിലേക്ക് എത്തുന്നു നാട്ടുകാരുടെ ഒരു സംഘം. അവിടെ എത്തിയപ്പോൾ അതിലേറെ നാടകം. സന്തോഷിന്റെ ഭാര്യ പിതാവ് ഒരു കമ്പെടുത്ത്
ചോദിക്കാനെത്തിയ നാട്ടുകാരിൽ ഒരുവനെ ആക്രമിച്ചു. അയാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ പോലീസ് എത്തി. പോലീസ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തു. ദേഹപരിശോധന നടത്തിയപ്പോൾ കൂടുതലൊന്നും വേണ്ടി വന്നില്ല. അയാളിട്ടിരുന്ന പാൻസിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ആ തൊണ്ടി. ആ മാല അതിവേഗത്തിൽ കണ്ടെടുക്കുകയും ചെയ്തു. ഇനി ഇതിലെ രസകരമായിട്ടുള്ള സംഭവം, കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഇതേ സൗദാമിനിയുടെ അടുത്ത് ഇയാൾ അല്പം പണം കടം വേണം എന്നാവശ്യപ്പെട്ട് വന്നിരുന്നു. ആ പണം കടം ചോദിച്ചെത്തിയപ്പോൾ അന്ന് ഇല്ല എന്ന് പറഞ്ഞ സൗദാമിനി തിരികെ അയച്ചു. അന്ന് നോട്ടമിട്ട് വെച്ചതാണ് ആ 3 പവന്റെ സ്വർണ്ണമാല. അതായിരുന്നു അയാൾ ഇത്തരത്തിൽ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി കവർന്നെടുത്ത് കടക്കാൻ ശ്രമിച്ച ആ സ്വർണ്ണമാല. നിഗൂഢതകളുടെ ഈ 20th അവർ ഇവിടെ ഇപ്പോൾ പൂർണ്ണമാവുകയാണ്. ഇനി നിഗൂഢതകളുടെ 20-ാം മണിക്കൂർ വീണ്ടും തിങ്കളാഴ്ച രാത്രി 20-ാം മണിക്കൂർ. നന്ദി.